കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു. പുതുപ്പള്ളി ഇലക്ഷനോടെ മാസായിരുന്ന ജേക്ക് സി തോമസ് തോറ്റു കഴിഞ്ഞതിൽ പിന്നെ ആസായി മാറിയത് നമ്മൾ എല്ലാവരും കണ്ടു. പിന്നീട് ചാനലുകളിലെ ചർച്ചയിൽ വന്നിരുന്ന് നാണം കെടുകയാണ് ആശാന്റെ സ്ഥിരം പരിപാടി. ഇങ്ങനെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം നേരിട്ട വമ്പൻ തോൽവിയെ അലക്കി വെളുപ്പിക്കാനായി വന്നിരുന്ന ചാനൽ ചർച്ചയിൽ ജയ്ക്കിനെ യൂത്ത് കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്പള്ളി അടിച്ചിരുത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉത്തരം പറയാനാകാത്ത വിധം വെള്ളം കുടിപ്പിച്ചിരിക്കുന്നു. സ്ഥിരമായി എയറിലാകുന്ന ഇടതുപക്ഷത്തിന്റെ യുവ സാന്നിധ്യം ജയ്ക്കിനെ വീണ്ടും എയറിലോട്ട് ലോഞ്ച് ചെയ്യുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. തോൽവി ഉണ്ടായാൽ അത് അംഗീകരിക്കേണ്ട, പിന്നീട് അത് ന്യായീകരിക്കുക, അതിൽ ക്യാപ്സൂൾ ഇറക്കുക, അതിനെ മെഴുകാൻ നോക്കുക. എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ തോറ്റു, ഞങ്ങൾ തോറ്റു, അത് അംഗീകരിക്കുക, അത് പഠിക്കുമെന്ന് പറയുക, അത് പഠിക്കുക, സ്വന്തം പാർട്ടിക്കുള്ളിൽ അതിനനുസൃതമായ ഒരു പഠനം നടത്തുക. അതിന് സംഘടനാ ശേഷിയുള്ള പാർട്ടിയല്ലേ CPM, എനിക്കതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പഠനം നടത്തുക, എന്നിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല, ഞങ്ങൾക്കല്ലേ ഉടനെ ഇറങ്ങി പുറപ്പെടുക. ഞങ്ങളെ വലത്തോട്ട് പോകുന്നു. ജയിക്കെ കർണാടകി, നിങ്ങളുടെ കൂടെ ഒക്കച്ചങ്ങായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആൾ ഈ പ്രാവശ്യം NDAയുടെ മന്ത്രിയാണ്. ആ പാർട്ടിയിൽ നിന്ന് NDA മന്ത്രിസഭയിൽ ചേർന്ന പാർട്ടിയുടെ മന്ത്രിമാർ ഇന്ന് നിങ്ങളുടെ മന്ത്രിസഭയിലുമുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠനം നടത്തിയാൽ നന്നാവും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ കിട്ടിയ ആ ലിസ്റ്റ് പറയാൻ പോയ കോൺഗ്രസ് നേതാവിന് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ല, ചർച്ച അങ്ങനെ ഒന്നും പേടിച്ചു പോകില്ല ഇടതുനിധി. അങ്ങല്ല നമുക്ക് 10 മണി വരെ ആക്കാം. നിങ്ങളുടെ ചാനലല്ലേ, 10 മണി വരെ ആക്കാം ചർച്ച.